ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ബിരിയാണി എന്ന് പറയുമ്പോൾ അത് ഇഷ്ടമില്ലാത്തവർ വളരെ കുറവായിരിക്കും. അപ്പോൾ വളരെ സിമ്പിളായിട്ടും വളരെ രുചികരമായിട്ടും എല്ലാ ദിവസവും ബിരിയാണി തയ്യാറാക്കാൻ പറ്റിയാലോ. ലഞ്ചിനാണെന്നുണ്ടെങ്കിലും ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാനാണെങ്കിലും ഓഫീസിലത്തേക്ക് വേണ്ടിയിട്ട് എങ്ങനെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പെട്ടെന്ന് ചടപടയെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഓംലെറ്റ് ബിരിയാണിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ ഓംലെറ്റ് ബിരിയാണി തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ സിമ്പിളാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ബൗളൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഫസ്റ്റ് ഒരു 4 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു 3/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതാണ്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരേ ഒരു പച്ചമുളകും കൂടിയാണ്. അപ്പോൾ അതും ചേർക്കാം. കൂടെ തന്നെ നമ്മുടെ ഈ മുട്ടയ്ക്ക് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് നമ്മുടെ മുട്ടയെല്ലാം ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ഓംലെറ്റ് തയ്യാറാക്കി എടുക്കാം. നമ്മുടെ ഓംലെറ്റ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു ഫ്രൈയിങ് പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു അല്പം മാത്രം എണ്ണ ചേർക്കാം. എല്ലാ സ്ഥലത്തേക്കും എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഈ പാൻ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് കൂടി ചേർക്കാം. മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ നിന്ന് ഒരല്പം കൂടി കുറച്ച് വേണം വെക്കാനായിട്ട്. അതായത് ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, കാരണം 4 മുട്ടയുണ്ട്. അപ്പോൾ നമ്മൾ പുറം ഭാഗം നന്നായിട്ട് വെന്ത് കിട്ടില്ല. അതിൻ്റെ പേരിൽ ഒരു ലൈറ്റായിട്ടുള്ള ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ നല്ലതുപോലെ ഒന്ന് ഒരു സൈഡൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ മുട്ടയുടെ ഒരു സൈഡെല്ലാം നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മറു സൈഡ് നല്ലതുപോലെ വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എടുക്കാവുന്നതാണ്. ഇതുപോലെ 2 സൈഡും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു കത്തി വെച്ചിട്ടൊന്ന് വരഞ്ഞു കൊടുത്താൽ മാത്രം മതിയാവും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കത്രിക വെച്ചിട്ട് ചെറിയ കുട്ടി പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒരുപാട് വലിയ പീസാകണ്ട. ഇതിൽ നിന്ന് ഒരുപാട് ചെറിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തിടാൻ വേണ്ടി പാടില്ല കേട്ടോ. തീരെ ചെറുതാണെന്നുണ്ടെങ്കിൽ പൊടിഞ്ഞു പോകും. അതിൻ്റെ പേരിലാണ്. നമ്മുടെ ബിരിയാണി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയാണ്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ നിറയെ നെയ്യും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. നെയ്യും എണ്ണയും ചൂടായി വരുന്ന സമയം പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചെറിയൊരു പീസ് അളവിൽ കറുവാപ്പട്ടയും ഒരു 4 ഗ്രാമ്പു 3 ഏലയ്ക്ക ഒരു തക്കോലവും കൂടി അതും ഇതിലേക്ക് ചേർക്കാം. നമ്മുടെ ഏലക്കയും കറുവാപ്പട്ടയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വറുത്ത് കൊടുക്കണം. അതിനുശേഷം ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ അത്യാവശ്യം വലിയ സവാളയിൽ ഒരു സവാള ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കണം. ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെച്ച് കൊടുത്തതിന് ശേഷം വഴറ്റിയെടുക്കാവുന്നതാണ്. നന്നായിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി കിട്ടണം. അതുവരെയും ഒന്ന് വഴറ്റിയെടുക്കണം. ഞാനിപ്പോൾ ഇത് കടായിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. പകരം നമുക്കിത് കുക്കറിലും തയ്യാറാക്കാവുന്നതാണ്. കുക്കറിലാണെന്നുണ്ടെങ്കിലും ഇതേ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്ത് കൊടുക്കണം ഫസ്റ്റ് നമ്മൾ. ഇപ്പോൾ നമ്മുടെ സവാളയുടെ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് അത്യാവശ്യം വലിയ തക്കാളിയിൽ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. തീരെ ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 2 തക്കാളി നമുക്ക് വേണ്ടി വരും. ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ചെറുതായിട്ട് വേണം അരിഞ്ഞ് ചേർക്കാനായിട്ട്. കൂടെ തന്നെ ഇതുപോലെ 1 ടീസ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ തക്കാളി എല്ലാം ഒന്ന് വെന്തുടഞ്ഞ് ഇതിലേക്ക് ഒന്ന് ചേരുന്നത് പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഫ്ലെയിം ഈ സമയം മീഡിയത്തിനും ഹൈ ഫ്ലെയിമിനും ഇടയ്ക്ക് വെച്ചിരിക്കാം. തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് ഒരുപാട് ഫ്ലെയിം കുറയ്ക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്കിതെല്ലാം വഴറ്റിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ തക്കാളി എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നല്ലതുപോലെ ഒന്ന് വെന്തിട്ടുണ്ടാവണം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകളും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി,
1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ബിരിയാണി മസാലയുടെ റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വന്നിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിരിക്കാം. കൂടെ തന്നെ ഒരു പച്ചമുളകും കൂടി, അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി നന്നായിട്ട് പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്തേക്കണം. നമ്മൾ ഈ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ബിരിയാണിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റിൽ തന്നെ ആയിരിക്കും കേട്ടോ കിട്ടുന്നത്. കൂടെ പിന്നെ വേണ്ട എന്താണെന്ന് വെച്ചാൽ കുറച്ച് മല്ലിയിലയാണ്, അതുപോലെ തന്നെ കുറച്ച് പുതിനയിലയും കൂടി. ഞാൻ എപ്പോഴും ഇതുപോലുള്ള സ്പെഷ്യൽ റൈസും അതുപോലെ തന്നെ ബിരിയാണിയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് പ്രത്യേകം പറയുന്നതാണ്, ഈ ഒരളവിൽ മുന്തിരിയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടതായിട്ടുണ്ട്. ഈ മുന്തിരി ചേർക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ഇതുവരെ ഇതുപോലെ ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഒരല്പം മുന്തിരിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഫ്ലെയിം മീഡിയത്തിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. മീഡിയത്തിൽ വെച്ച് തന്നെ വഴറ്റിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ മസാലയുടെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റ് എല്ലാം ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇത്രയും ആകുമ്പോഴത്തേക്കും പിന്നെ ഇനി ഇതിലേക്ക് വേണ്ട അടുത്ത കാര്യമാണ് ഇതുപോലെ ഒരു 3 ടേബിൾ സ്പൂൺ നിറയെ തൈരും കൂടി. അപ്പോൾ തൈര് നമ്മുടെ ബിരിയാണിക്ക് ചേർക്കുമ്പോഴത്തേക്കും ചെറിയൊരു പുളിപ്പ് ടേസ്റ്റ് കൊടുക്കും കേട്ടോ. അപ്പോൾ അത് മസ്റ്റായിട്ട് നമ്മൾ ബിരിയാണിയിൽ ചേർക്കേണ്ട ഒരു കാര്യമാണ്. എങ്കിൽ മാത്രമേ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. തൈരും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കേണ്ട സമയമാണ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കൈമ റൈസാണ്. പകരം നമുക്ക് ജീരകശാല റൈസ് എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ബിരിയാണി റൈസിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. പക്ഷേ കൈമ റൈസ് അല്ലെങ്കിൽ ജീരകശാല റൈസാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ 1 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് കഴുകി ആ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് പോയതിന് ശേഷം വേണം അരി ചേർക്കാനായിട്ട്. ഈ കപ്പിന് 1 കപ്പ് അളവിലാണ് കേട്ടോ അരി എടുത്തിട്ടുള്ളത്. 200 ഗ്രാം അളവിൽ. ഏത് കപ്പിൽ അല്ലെങ്കിൽ ഏത് ബൗളിലാണോ അരി എടുക്കുന്നത് അതേ ബൗളിൽ തന്നെ 2 കപ്പ് അളവിൽ വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. 1 കപ്പ് അരിക്ക് 2 കപ്പ് അളവിൽ വെള്ളം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതിനിത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയാണ്. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതായത് ഉപ്പ് നമ്മൾ ഈ ഒരു സമയം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവണം. കുറച്ച് ഉപ്പ് കൂടുതലുള്ളതായിട്ട് തോന്നണം. എങ്കിൽ മാത്രമേ അത് വെന്ത് റെഡിയായിട്ട് വരുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ഉപ്പ് നമ്മുടെ റൈസിലെല്ലാം പിടിച്ചിട്ടുണ്ടാവുള്ളൂ. നന്നായിട്ട് ഇപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഫ്ലെയിം ഒന്ന് ഞാനിപ്പോൾ മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. നമ്മുടെ ഈ ഒരു ബിരിയാണി കുക്കറിലാണ് തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ 2 കപ്പ് വെള്ളത്തിന് പകരം 1.25 കപ്പ് അളവിൽ മാത്രം വെള്ളം മതിയാവും. കൂടുതൽ വെള്ളം ചേർക്കരുത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ സമയം തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഓംലേറ്റും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉടൻ തന്നെ അടച്ചു വെക്കാം. എന്നിട്ട് ഒരേ ഒരു വിസിൽ വരുന്നവരെ മീഡിയം ഫ്ലെയിമിനും ലോ ഫ്ലെയിമിനും ഇടയ്ക്ക് വെച്ചിട്ട് ഒരൊറ്റ വിസിൽ വരുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്യണം. അതിനുശേഷം അതിലെ കംപ്ലീറ്റ് പ്രഷറും പോയതിന് ശേഷം തുറന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് ഓംലേറ്റ് ബിരിയാണി റെഡി ആയിട്ടുണ്ടാവും. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം വീണ്ടും നമുക്ക് ചെറുതായിട്ട് ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ നിന്ന് ഒരല്പം കുറച്ച് വെക്കുകയാണ്. ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെക്കരുത്. എങ്കിൽ പിന്നെ വെള്ളം മാത്രം പെട്ടെന്ന് വറ്റിപ്പോകും, റൈസ് വേകാതെ കിട്ടും. അതിൻ്റെ പേരിൽ ചെറിയൊരു ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് മാത്രം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. 5 മിനിറ്റിന് ശേഷം വേണം നമുക്കിതിലേക്ക് ഓംലേറ്റ് ചേർക്കാനായിട്ട്. ഈ ഒരു സമയം നമ്മൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതെല്ലാം ഒരുപാട് വെള്ളം കയറിയിട്ട് ഒരുപാട് ഇങ്ങനെ ജ്യൂസി ആയിട്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് അങ്ങനെയല്ല വേണ്ടത്. അതിൻ്റെ പേരിലാണ്. എന്നാൽ ശരി, 5 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ റൈസ് എല്ലാം ചെറുതായിട്ട് ഇങ്ങനെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരല്പം മാത്രം വെള്ളം ഇതിലിപ്പോൾ ഉള്ളൂ. ഈ ഒരു സമയം നമ്മളിതാ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഓംലേറ്റും കൂടി ചേർക്കുക. അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാം ഒന്ന് സെറ്റാക്കിയതിന് ശേഷം വീണ്ടും ഒരു 10 മിനിറ്റും കൂടി നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ കറക്റ്റായിട്ട് ഒരു 10 മിനിറ്റും കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ആഹാ, നമ്മുടെ ബിരിയാണിയുടെ ഒരു സ്പെഷ്യൽ മണം തന്നെയാണ് കേട്ടോ വരുന്നത്. നമ്മുടെ റൈസ് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടിക്കൊന്നും ഒട്ടും തന്നെ പിടിക്കാതെ നല്ലതുപോലെ കംപ്ലീറ്റ് വെള്ളവും വറ്റിയിട്ട് കിട്ടിയിട്ടുണ്ട്. ചോറൊന്നും തന്നെ പരസ്പരം മുട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്യാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഓംലേറ്റ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഒരു തവണ നമ്മുടെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒന്ന് തയ്യാറാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി എപ്പോഴാണ് ഇതുപോലത്തെ ഒരു ഓംലെറ്റ് ബിരിയാണി തയ്യാറാക്കി തരുന്നതെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അതുപോലൊരു സ്പെഷ്യലായിട്ടായിരിക്കും നമുക്കിത് കിട്ടുന്നത്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് മറക്കാതെ ഒന്ന് അറിയിക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചേക്കണം കേട്ടോ. നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോഴാണ് പ്രത്യേക ഒരു പ്രചോദനവും സന്തോഷമൊക്കെ ഉണ്ടാകുന്നത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.